ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ കനകമല കയറാൻ വേണ്ടി പോയിട്ടാ. രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ കനകമല കയറാൻ വേണ്ടി പോണത്. ആദുവിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യം കനകമല കയറാമെന്ന് വിചാരിച്ചത്. അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ കനകമല കയറണം എന്നുള്ളത്. ഞാനാണെങ്കിൽ കനകമല പോലെ തന്നെ മലയാറ്റൂർ മലയും ഒരു വട്ടം കയറിയിട്ടുള്ളതാണ് കേട്ടോ. നല്ല എളുപ്പമാണ് കയറാൻ വിചാരിക്കും, പക്ഷെ കയറി തുടങ്ങുമ്പോഴേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാവുള്ളൂ. എന്നാലും ദൈവമേ കാത്തോളണേന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ല ഈസി ആയിട്ട് കയറാൻ പറ്റൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാലത്ത് ഒരു 6 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ചെന്ന് അടിവാരത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് നേരെ മല കയറാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ അവിടെ കുറേ വടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇങ്ങനെ പിടിച്ച് കയറാനൊക്കെ. അങ്ങനെ ആ വടിയും കൊണ്ടാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. നന്നൂനാണെങ്കിൽ എന്തൊരു നേർച്ച പോലെയായിരുന്നു കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം അവന് ഭയങ്കര സന്തോഷമായി കയറാനായിട്ട്. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് ചെരുപ്പ് എടുക്കാൻ മറന്നുപോയിട്ടാ. എൻ്റെ വിചാരം കാറിൽ ഉണ്ടായിരുന്നായിരുന്നു, പക്ഷെ കാറിൽ ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ പകുതിയും മുക്കാലും ചേട്ടൻ എടുത്താണ് കേട്ടോ കയറിയത്. അവനാണെന്നുണ്ടെങ്കിൽ തന്നെ നടക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ആ പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ തന്നെയായിരുന്നു നടക്കണ്ടായിരുന്നത്. എല്ലാവരും സിമ്പിളായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരു സ്ഥലത്തൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ പോയത്. ഞങ്ങൾ മുകളിലേക്ക് കയറുന്ന ടൈമിൽ 2 അമ്മാമ്മമാർ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊരു കൂളായിട്ട് ഇറങ്ങി വന്നതെന്ന് ഞങ്ങൾ തന്നെ ഇങ്ങനെ ആശ്ചര്യപ്പെട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നന്നു കുറേ ദൂരമൊക്കെ നടന്ന് കയറിയെന്നുണ്ടെങ്കിലും പകുതിക്ക് വെച്ച് അവനൊരു കട്ടുറുമ്പ് കടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടുകൂടി അവൻ്റെ നടത്തം നിന്നു കേട്ടോ. ബാക്കി പിന്നെ ചേട്ടൻ എടുത്ത് കയറ്റേണ്ടി വന്നു. ചേട്ടനാണെന്നുണ്ടെങ്കിൽ നന്നുവിനെയും കൊണ്ട് എവിടേക്കോ എത്തിയിട്ടാ. ഞാനും അതും പതുക്കെയാണ് കേട്ടോ പോയോണ്ടിരുന്നത്. ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി മുകളിലാണ് കേട്ടോ ഈ കനകമല ഇരിക്കുന്നത്. ഇനിയും തുടർന്നുകൊണ്ടിരിക്കുന്നു. നന്നുണ്ടാവണേക്കാളും മുന്നേ ഒരു 4 വർഷം മുന്നേ കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്തൊക്കെ ഈ ഒരു സ്ഥലമൊക്കെ കെട്ടി അടച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെയൊക്കെ അടിപൊളിയായിട്ട് കയറാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം പല സ്ഥലത്തും കുറേ അധികം റെസ്ട്രിക്ഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ ചെങ്കുത്തായ കയറ്റം കാരണം നമ്മൾക്ക് സൂക്ഷിച്ച് കയറിയില്ല എന്നുണ്ടെങ്കിൽ വീഴാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്ലും മുള്ളും താണ്ടി 14ാം സ്ഥലം എത്തിയിട്ടാ. കനകമല കുരിശുമുടി നിസ്സാരല്ലാട്ടാ. 14ാം സ്ഥലം എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് അവിടെ കയറി അവിടെ ആ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ കനകമലയുടെ മുകളിൽ. നമുക്ക് എങ്ങനെ വർണ്ണിച്ചാലും മതിയാവില്ല. ആദ്യം തന്നെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പാറയുടെ മുകളിൽ കുറേ നേരം ഇരുന്ന് വിശ്രമിച്ചു കേട്ടോ. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു ചേട്ടൻ അവിടെ മുകളിലേക്ക് കയറി വരുന്നവർക്ക് വെള്ളവും ചിപ്സൊക്കെ വിൽക്കണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്ന് കുറച്ച് വെള്ളവും ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി അതിൽ നിന്ന് കഴിച്ചു. പള്ളിയുടെ ബാക്കിലൊക്കെ കെട്ടി അടച്ചേക്കാണ് കേട്ടോ. അവിടേക്കൊന്നും കടക്കാനേ പറ്റില്ല. ആദ്യം അങ്ങനെയല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ആ അറ്റം വരെയുള്ള പാറയുടെ മുകളിലൊക്കെ കയറി ഇരിക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അതൊന്നും പറ്റില്ല. നല്ല അടിപൊളി വ്യൂ പോയിന്റ്സ് ആണ് കേട്ടോ അവിടെ ഉള്ളത്. കൂടാണ്ട് തന്നെ നമ്മൾ മല കയറണേൻ്റെ ഇറങ്ങണേൻ്റെ ഒക്കെ സൈഡിൽ വെള്ളം കുടിക്കാനുള്ള കുടിവെള്ളം ഉണ്ട്. പിന്നെ കൂടാണ്ട് ബാത്റൂമൊക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. തിരിച്ചിറങ്ങണേൻ്റെ ഇടയ്ക്ക് കുറേ കുരങ്ങന്മാരെ കണ്ടിരുന്നു കേട്ടോ. കൂടാണ്ട് സർപ്രൈസായിട്ട് ആദുവിൻ്റെ ഫ്രണ്ടിനെയും കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ. കുരങ്ങനെ കണ്ടിട്ടാണെങ്കിൽ നന്നുവിന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷെ കുരങ്ങന്മാർ ഉപദ്രവിക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറിപ്പോയ പോലെ തന്നെ തിരിച്ചും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെന്നത് പള്ളിയുടെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ. അവിടുത്തെ ഒരു ബേക്കറിയിൽ നിന്ന് ഞങ്ങൾ പപ്സും സോഡ സർവത്തൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉഷാറായിട്ടാ. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് വീട്ടിൽ